നമസ്തേ. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം സർക്കാരും മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. അന്തസ്സുള്ള പാർട്ടിയും അന്തസ്സുള്ള സർക്കാരും അന്തസ്സുള്ള മുഖ്യമന്ത്രിയുമാണ് ഇവിടെ ഉള്ളത് എന്നാണ് PV അൻവർ MLA ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പുലി പോലെ വന്ന് എലി പോലെ പോയി എന്ന് ജനൻ TVയും ചർച്ച ചെയ്തതിനും അൻവർ കൃത്യമായ മറുപടി പറഞ്ഞു. എലി അത്ര മോശം ജീവി അല്ലല്ലോ. ഒരു വീട്ടിൽ എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും. PV അൻവർ MLA കീഴടങ്ങി മുങ്ങി എലിയായി എന്നൊക്കെ വാർത്തയുണ്ട്. അത് കുഴപ്പമില്ല. എലിയായാലും പൂച്ചയായാലും ഉയർത്തിയ വിഷയവുമായി സമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും. നിലമ്പൂരിൽ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വിജയിച്ച MLA PV അൻവർ ഇങ്ങനെ കൂടി പറഞ്ഞതോടെ നാം ഇതിൻ്റെ തുടർ ചർച്ചകൾ തുടങ്ങി വെക്കുന്നു. ഈ എലി ഇല്ലം ചുടുമോ? സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് BN ഹസ്കർ, BJPയിൽ നിന്ന് ശ്രീ പ്രിൻറ്റു മഹാദേവ്, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ സക്കറിയ ജോർജ് IPS എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ സക്കറിയ ജോർജ് IPSലേക്ക് പോകാം. കാരണം ഈ കേസിൽ അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ ഒരു SP കൂടിയുണ്ട്. അപ്പോൾ ആ പദവിയിലിരുന്ന ആൾ തന്നെ അക്കാര്യത്തിൽ പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ADGPക്കെതിരെ, സുരക്ഷാ ചുമതലയുള്ള ADGPക്കെതിരെയാണ് ഒരു MLA ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ സക്കറിയ ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് PV അൻവർ പറഞ്ഞത്, ഹെഡ് മാസ്റ്റർക്കെതിരെ പിയൂൺ അന്വേഷണം നടത്തിയാൽ അതെങ്ങനെയാകുമെന്നുള്ളതാണ്. കൃത്യമായി പറയുന്നു, ADGP അതേ പദവിയിലിരിക്കുകയാണ് ഈ നിമിഷം വരെ. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് MR അജിത് കുമാർ. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നു. എന്തൊരു പ്രഹസനമാണിത് സക്കറിയ ജോർജ്? ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് ഒരു റാങ്ക് മുകളിലുള്ള ആൾ വേണം ചെയ്യാൻ. അത് പോലീസിന്റെ ഓഫീസ് മാനുവലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പെറ്റീഷൻസ് അഗൻസ്റ്റ് എ പോലീസ് ഓഫീസർ ഷാൽ ബി എൻക്വയർഡ് ബൈ ആൻ ഓഫീസർ ഓഫ് 1 റാങ്ക് അബോവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു ഭാഗം തന്നെയാണ്. കാര്യം സെയിം പദവിയാണ്, ചിലപ്പോൾ ജൂനിയർ ആയിരിക്കാം. ജൂനിയർ ആണെങ്കിൽ, റാങ്കിൽ ജൂനിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും സീനിയറിന്റെ പേരിൽ അന്വേഷിക്കാനും, നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ അവരുടെ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇപ്പം APR ആണ്, അത് എഴുതുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിനെ അത് അഡ്വേഴ്സ് ആയിട്ട്, മോശമായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും അവർ ഭയപ്പെടാറുണ്ട്. പിന്നെ പഴയ കാലത്തൊക്കെ DGPമാരുടെ പേരിൽ DYSPമാർ പോലും അന്വേഷിച്ചത് എനിക്കറിയാം. പക്ഷെ അന്നത്തെ DYSPമാരെയും ഇന്നത്തെ DYSPമാരെയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വാല്യൂ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായി നിന്ന ഓഫീസേഴ്സാണ്. അപ്പോൾ ഒരു വാല്യൂലെസ് സൊസൈറ്റിയിൽ ഇന്ന് ഇങ്ങനെ അന്വേഷിക്കുമ്പം അതിനകത്തൊന്നും സത്യമൊന്നും പുറത്തു വരത്തില്ല. സത്യം പുറത്ത് വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഈ പൊളിറ്റിക്സ് ഉള്ളവർക്കാണ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളത്. സാധാരണ ഈ ആൾക്കാർക്ക് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. രാഷ്ട്രീയമുള്ളവർക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയോളജി ഒക്കെ അനുസരിച്ച് കാണും. പക്ഷെ യഥാർത്ഥ ഇന്ത്യക്കാർക്ക്, യഥാർത്ഥ പൗരന്മാർക്ക് അവർക്ക് വേണ്ടുന്ന ഇവിടെ നിയമവാഴ്ച, നീതി ബോധം ഉള്ള ഉദ്യോഗസ്ഥം, അതുപോലെ വളരെ മികവുറ്റ ഒരു ഭരണ സംവിധാനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശ്രീ അൻവർ തന്നെ, അദ്ദേഹം MLA ആണ്, അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞു. ഞാനും പല ചർച്ചയിലും ഇതിൻ്റെയൊക്കെ ചെറിയ ഇൻഡിക്കേഷൻസ് ഞാൻ നേരത്തെ പലപ്പോഴും ഇടുന്നതുകൊണ്ട്, കാര്യം ചേഞ്ച് വേണ്ടുന്നത് നമ്മുടെ ആവശ്യമാണ്. കാര്യം വാല്യൂ സ്ലൈഡ് ഉണ്ട്, ഡിറ്ററേഷൻ ഓഫ് മോറൽ വാല്യൂസ് ഉണ്ട്, അവരുടെ പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷനകത്തും അവിടെ ഒരു സ്ലൈഡ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്നൊരു വലിയൊരു ക്രൈസിസിൽ കൂടെയാണ് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പോകുന്നത്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന IPC മാറി 1-ാം തീയതി മുതൽ നമ്മുടെ ഇത് വന്നു, നമ്മുടെ BNSഉം BNSSഉം BSAയും. ഇന്ത്യൻ എവിഡൻസ് ആക്ട് BSA ആകുന്നു, CRPC BNSS ആകുന്നു, IPC BNS ആകുന്നു. ഇത് രണ്ടും കൂടെ മേർജ് ചെയ്ത് പോകേണ്ട കാര്യം ഇപ്പം ഹൈക്കോടതി പറഞ്ഞു. ഇനിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം BNSS ആണ്, CRPC
അതിനിയും പഴയതിലേക്ക് പോകുന്നില്ല. പക്ഷേ പഴയ IPCയിലുള്ള കേസുകളെല്ലാം IPC ആയിട്ട് പോകും. അത് BNS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ നിയമ സംവിധാനം ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോൾ ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആരുടെ സൈഡിൽ നിന്നും വലിയ ശ്രമം കാണുന്നില്ല. ഇങ്ങനെ കാണാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു, ഈ ആകെപ്പാടെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ, കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇനി മജിസ്ട്രേറ്റുമാർ ഇത് പഠിക്കണം, അഡ്വക്കേറ്റ്സ് പഠിക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഠിക്കണം, കുറേയൊക്കെ ജനങ്ങളും ഇതൊക്കെ പഠിക്കണം. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വ്യവസ്ഥിതി അല്ലെ വാഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തത്തില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും ഇത്തരത്തിലുള്ള അവരുടെ മോശമായ പെരുമാറ്റവും അതുപോലെ അധികാര ദുർവിനിയോഗവും വരുന്നത്. ഇപ്പോൾ ഒരു SP വന്നു, അതേ റാങ്കിലുള്ള SP ആണ്. IPS എന്ന് പറയുമ്പം ഡയറക്റ്റ് ആണേലും റിക്രൂട്ട് ആണേലും റെഗുലർ റിക്രൂട്ട് ആണേലും സ്റ്റേറ്റ് പോലീസ് സർവീസ് എന്ന് വരുന്നവരാണേലും വൺസ് അവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ തുല്യ റാങ്കാണ്. ഉണക്ക IPS അങ്ങനൊന്നും പറയുന്നത് സംസ്കാര സമ്പന്നരായ ആൾക്കാർക്ക് ചേർന്നതല്ല. അപ്പം അങ്ങനെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാര ശൂന്യതയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്തുമാത്രം ജീർണിച്ചു പോയി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. കാര്യം ഒരു പ്രൊമോട്ടീവ് SP IPS ഇൻഡക്ടർ ആയി കഴിഞ്ഞാൽ അവർ ട്രെയിനിങ്ങിന് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോകണം. അവർ അവിടുത്തെ അലുമിനി ആവുകയാണ്. ദേ ആർ ദ പാർട്ട് ഓഫ് ദി സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ഡീഗ്രേഡ് ചെയ്തെങ്ങനെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്ന്. അപ്പൊ ഈ IPSകാർ തന്നെ കൂടുള്ള IPSകാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പറ്റുന്നത്, നമ്മൾ ഇവിടെ നന്മയില്ല, ശരികളില്ല. ആൾക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്തും ചെയ്യാം. SP വിളിച്ചിട്ട് ബെഗ് ചെയ്യുന്ന MLA അടുത്ത് ആ പരാതി വളരെ താഴ്മയായി വളരെ അപേക്ഷിക്കുകയാണ്. MLA മുമ്പിൽ ഞാൻ ഈ പാർട്ടിക്കാർക്ക് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് നിയമ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ പ്രധാനപ്പെട്ട SP ആയിട്ടിരിക്കുന്ന ഒരാൾ താണു വീണ് MLA കാൽക്കൽ വീഴുന്ന ഫോൺ സംഭാഷണം അത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഒരു പടി കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഹെഡ് മാസ്റ്റർക്കെതിരെ പിയൂൺ നടത്തുന്ന അന്വേഷണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന്. നമുക്ക് ഇടത് LDF പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഗതം അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇവിടെ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞത്. സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വികാരം. അൻവർ ദൈവത്തിനും പാർട്ടിക്കും മാത്രമേ കീഴടങ്ങുകയുള്ളൂ. അൻവർ ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ അൻവറിന് ഇൻകുലാബ് സിന്ദാബാദ്, PV അൻവർ സിന്ദാബാദ് എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് ഹസ്കർ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി വിനോദേ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും അനുവർത്തിച്ചു പോരുന്നതും പാർട്ടി പ്രവർത്തകർ അനുവർത്തിക്കേണ്ടതുമായ ചില സംഘടനാ ചട്ടങ്ങളും മര്യാദകളുണ്ട്. അപ്പൊ ആ മര്യാദകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പലപ്പോഴും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാറുള്ളത്. പക്ഷെ സമൂഹ മാധ്യമത്തിൽ അൻവറിന് വേണ്ടി ഇൻകുലാബ് വിളിച്ച് നിറയുകയാണ് സമൂഹ മാധ്യമം. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോൾ യൂട്യൂബ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഹസ്കർ. ഇപ്പോൾ അൻവർ ആണ് താരം. വിനോദ്, ഇതിപ്പോ സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിസിൽ ബ്ലോവേഴ്സ് ആവാൻ ആഗ്രഹിക്കുകയും അങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ആകുന്ന ആളുകൾക്ക് പിന്നാലെ സമൂഹം ഒന്നടങ്കം ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരത്തിൽ വിസിൽ ബ്ലോവർ ആവാൻ ശ്രീ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആണ്, CPM MLA ആണ്, CPM സ്വതന്ത്ര MLA ആയി ജയിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും അങ്ങനെ ഭരണപക്ഷത്തോടൊപ്പം ചേരുകയും CPM-ന്റെ വികാരങ്ങളും വിചാരങ്ങളും ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം തന്റെ സന്ദേഹങ്ങൾ, അദ്ദേഹം തന്റെ വേദനകൾ, അദ്ദേഹം തന്റെ പരാതികൾ പാർട്ടിയോടാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ബോഡിയോടാണ് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയോടെയാണ് ആദ്യം പറയേണ്ടിയിരുന്നത് എന്ന അഭിപ്രായം വ്യക്തിപരമായി പൊതുസമൂഹത്തിലും പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പാർട്ടിയോട് പറയുന്നതിന് പകരം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും ഇത് പങ്കുവെക്കുകയും
പാർട്ടിയും ഗവൺമെന്റിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണല്ലോ നാം കഴിഞ്ഞ 2 ദിവസമായി ഈ ചർച്ചയുടെ ബേസിക് സ്വഭാവമായി നാം കാണുന്നത്. പക്ഷെ അങ്ങനെയല്ലല്ലോ ഭാസ്കർ. അദ്ദേഹം ഇത് പറയേണ്ട ഇടങ്ങളിലൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. മുഖ്യമന്ത്രിയോട് ഇന്നലെ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നിട്ടും ADGP അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ച സ്വർണ്ണക്കടത്തിൽ, കൊലപാതകത്തിൽ, ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിലെല്ലാം അദ്ദേഹം എല്ലാവിധ തെളിവുകളോടും കൂടി പറഞ്ഞ ADGP അതേ കസേരയിൽ ഇരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അൻവർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അൻവറോട് നമുക്കും ആരാധന തോന്നുകയാണ്. നമ്മൾ അൻവറിൻ്റെ ആശയത്തെ ഒന്നും യോജിക്കുന്നില്ല. അൻവർ കാണിച്ചു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അനധികൃതമായി പാർക്ക് നിർമ്മിച്ച അടക്കമുള്ള വാർത്തകൾ ജനൻ TV അടക്കം കൊടുത്തതാണ്. പക്ഷേ ഇന്ന് VS അച്യുതാനന്ദന് ശേഷം CPM-ൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ നട്ടലുള്ള നേതാവ് അൻവറാണെന്ന് പറഞ്ഞാൽ അത് അധിക പ്രസംഗമാകുമോ ഹസ്കർ? വിനോദേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അത്തരത്തിലല്ലെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയും ശൈലിയും തിരിച്ചറിയാനാവാത്ത ആളുകൾ ഇങ്ങനെ വിസിൽ ബ്ലോവേഴ്സ് ആവാൻ വേണ്ടി ശ്രമിക്കും. അത്തരത്തിൽ ശ്രീ PV അൻവർ നടത്തിയിട്ടുള്ള വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങളെ അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും സർക്കാരും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കും അദ്ദേഹം പരാതി കൊടുത്തു. പാർട്ടി സെക്രട്ടറിയെ കണ്ട് നേരിട്ട് അദ്ദേഹം രേഖാമൂലം പരാതി കൊടുത്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയും വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുന്നേ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. ഒരു പരാതി ലഭിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും പുറമ്പോക്കിൽ നിന്നൊരു പരാതി എഴുതി അയച്ചാൽ ആ പരാതിയിൽ പേരില്ലെങ്കിൽ പോലും ആ പരാതിയുടെ വസ്തുതകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അന്വേഷിക്കുകയും ആ പരാതിയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും തെറ്റ് ഉണ്ട് എന്ന് കണ്ടാൽ ആ തെറ്റ് ചെയ്ത ആളെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്യുന്നതാണ് പാർട്ടിയുടെ രീതി. അത് പാർട്ടിയുടെ രീതിയാണ്. അതിനെയൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പാർട്ടിക്ക് പ്രത്യേക അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരാളുടെ പേര് കൃത്യമായി എഴുതി നൽകിയ CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താണെന്ന് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ണൂർ ലോബിക്കെതിരെ കൃത്യമായി പരാതി നൽകിയ P ശശിക്കെതിരെ പരാതി നൽകിയ CKP പത്മനാഭൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട. നമുക്ക് BJP-യിൽ നിന്ന് ശ്രീ പ്രിൻറ്റു മഹാദേവ് കൂടി ചേരുകയാണ്. പ്രിൻറ്റു, ഇവിടെ സാധാരണക്കാർ അല്ലെങ്കിൽ ഇവിടെ 140 MLA-മാരുണ്ട്. പ്രതിപക്ഷത്ത് 98 MLA-മാർ കഴിഞ്ഞാൽ 99 MLA-മാർ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പ്രതിപക്ഷത്തുണ്ട്. അവരാരും ഇന്നേ വരെ പറയാത്ത കാര്യം, വെറുതെ പോലും ഒരു പ്രസ്താവനയായിട്ടോ ഒരു അഭിപ്രായമായിട്ടോ പറയാൻ മടിച്ച കാര്യം അല്ലെങ്കിൽ പറയാൻ അവർക്ക് കഴിയാതിരുന്ന കാര്യമാണ് ഇവിടെ PV അൻവർ പറഞ്ഞത്. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ADGP കൊലയാളിയാണ്, കള്ളക്കടത്തുകാരനാണ്, അനധികൃത സമ്പാദ്യം ഉണ്ടാക്കുന്നവനാണ്, പെരുങ്കള്ളനാണെന്ന് CPM-ൻ്റെ ഒരു MLA പറയുകയാണ്. എന്നിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നു. ഇത് CPM-നുള്ളിൽ കുറേ കാലങ്ങളായി VS അച്യുതാനന്ദന് ശേഷം ഇത്തരം തെറ്റുകൾ പറയാൻ ആരും ധൈര്യം കാണിച്ചില്ല. അൻവർ അതിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ പ്രിൻറ്റു മഹാദേവ്? തീർച്ചയായും പൊതുവേ നമ്മൾ PV അൻവറിനെ നമ്മൾ കാണുന്നത് അദ്ദേഹം പല സമയത്തും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒക്കെ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ ഒന്നും കൃത്യമായി വസ്തുതകൾ പഠിക്കാതെയുള്ള ഒരു പ്രസ്താവനകളാണ് പലപ്പോഴും നമ്മൾ PV അൻവർ എന്ന ഒരാൾക്കാണ്. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ഒന്നാന്തരം ബിസിനസ്സുകാരനാണ്. അതിൽ രണ്ടാമത്തെ നിലയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം എത്തി നിൽക്കുന്ന വലിയൊരു ദുർഗതിയുണ്ട്. തീർച്ചയായും നമുക്കറിയാം അദ്ദേഹം കുറേ സമയം നമ്മൾ ആഫ്രിക്കയിലൊക്കെ അദ്ദേഹം മാസങ്ങളോളം മാറി നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ ബിസിനസ് നടത്താൻ പോയ കാര്യങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടൊന്നും നമ്മൾ അങ്ങനെ ചിത്രീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് തന്നെ ഞാനൊരു ജനകീയ വിപ്ലവത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് പാർട്ടിയെ വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നു
വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു സഖാവ് എന്ന രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അത് പൊതുജനങ്ങളോട് ഞാൻ പറയുകയാണ്. അതിൽ രണ്ട് സ്റ്റൈലാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യം ചെയ്ത നിലപാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു, ജനകീയ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് പറയാൻ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ട് എന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ഫോൺ പോലും ഞാൻ എടുക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിത് പബ്ലിക്കിന് മുമ്പിൽ പരസ്യമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നുള്ളൊരു വലിയൊരു രാഷ്ട്രീയ, നമ്മൾ വിചാരിച്ചൊരു കൊട്ടാര വിപ്ലവം പോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നത് അദ്ദേഹം പിണറായി വിജയനുമായി സംസാരിക്കുന്നു, പാർട്ടി സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുന്നു. പിണറായി വിജയൻ സംസാരിച്ച ശേഷം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റി. ആ നിറവേറ്റിയതിൻ്റെ ഒരു സന്തോഷമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മുടെ ഇടത് നിരീക്ഷകൻ അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിക്ക് ഒരു ഘടനയുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം അനുസരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒരു MLA എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗത്തിന് നേരെ ഇങ്ങനെ പരസ്യമായിട്ട്, ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി നിശ്ചയിക്കപ്പെട്ടതാണല്ലോ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരു ആരോപണം പറയുക? അദ്ദേഹം മുഖ്യമന്ത്രിയെ സേഫ് സോണിൽ നിർത്തുമ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ADGP അടക്കമുള്ള ആൾക്കാർ കള്ളനാണ്, കൊള്ളക്കാരനാണ്, ദാവീദ് ഇബ്രാഹിമിനേക്കാൾ മോശമാണ്, രാജ്യവിരുദ്ധനാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമായിട്ടൊന്നും അസ്കറിന് വേണമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം അതിനെ നിരീക്ഷിക്കാൻ പറ്റിയെന്ന് അറിയാം. എനിക്ക് സത്യത്തിൽ ഇത് ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾക്ക് ഇതിന് മറുപടി പറയണം. കാരണം അദ്ദേഹം ഇന്ന് സത്യത്തിൽ രണ്ടടിയാണ് അടിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ ഭരണ സംവിധാനം കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് നേരെ, അദ്ദേഹം പിണറായി വിജയനെ സേഫ് സോണിൽ നിർത്തുമെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി നിയോഗിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ആഞ്ഞടിക്കുന്നു. അതുപോലെ ADGPയും SP-മാരടക്കമുള്ള ആളുകൾക്കെതിരെ ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ അദ്ദേഹം ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമായിട്ട് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പാർട്ടിക്കുള്ളിനകത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ജനൻ TV ഒക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. ഈ ഒരു കൊട്ടാര വിപ്ലവത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അദ്ദേഹം ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പവർ ഗ്രൂപ്പിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ റിയാസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ശശി, ADGP അടക്കമുള്ള ഭരണകൂട സംവിധാനങ്ങളുമായി ബന്ധിക്കുന്ന ഒരു വലിയൊരു പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിനെതിരെ പാർട്ടിക്ക് അടക്കുന്ന കൃത്യമായിട്ടുള്ള പ്രത്യേകിച്ച് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വരുന്നൊരു ഘട്ടമാണ്. നമുക്ക് ഇത് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഒരു സാധാരണ പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹം പാർട്ടി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ തത്വങ്ങളൊന്നും അറിയാത്ത ആളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞതിന് പിന്നുള്ള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി CPM-നകത്തും തന്നെയുള്ള പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ഉദ്ദേശിക്കുന്ന രണ്ടാമതൊരു കാര്യമുണ്ട്. ഇനി ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രതിച്ഛായ നഷ്ടത്തിലായിരുന്നു PV അൻവർ നിന്നിരുന്നത്. അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് നിന്നോട് നിങ്ങൾ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രണ്ട് രീതിയിലാണ് കാണുന്നത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ അദ്ദേഹത്തിന് അറിയാം ഒരു CPM പോലെയുള്ള സംവിധാനത്തിനെതിരെ, പിണറായി വിജയന്റെ ഭരണത്തിന് ഒരു പവർ ലോബിക്കെതിരെ ഞാൻ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ അദ്ദേഹം പറയുന്നത് എനിക്ക് പിറകിൽ ദൈവം മാത്രമാണെന്ന്. ഇന്ന് അദ്ദേഹം ഒന്നും കൂടി തിരുത്തി പറഞ്ഞു, ദൈവവും പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുസരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഒരു 8-7 വർഷങ്ങളായിട്ട് നാം കാണുന്ന കേരളത്തിൻ്റെ പൊതുപരിതസ്ഥിതിയിൽ ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലെ ജനങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ഒരു ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അഴിമതിയായിക്കോട്ടെ, പിന്നെ പോലീസ് സംവിധാനങ്ങളായിക്കോട്ടെ, ക്രമസമാധാന പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതിനെതിരെയുള്ള വിരൽ ചൂണ്ടലാണ് സത്യത്തിൽ PV അൻവർ നടത്തിയിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം കൃത്യമായിട്ട് പാർട്ടിക്കകത്തുനിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അതായത് ഇപ്പോഴുള്ള സംസ്ഥാന സെക്രട്ടറി, യുവാവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഈ ഒരു ചർച്ചയിൽ പറയുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ അടക്കം പിന്തുണയോടുകൂടി ഇദ്ദേഹം ഞാൻ വേണമെങ്കിൽ അദ്ദേഹം നിങ്ങളൊന്നും ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു പ്രദേശത്തുള്ള ആളുകളാണ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ അടക്കം പിന്തുണയോടുകൂടി പുതിയൊരു ലോബി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രൂപപ്പെടുന്നു, ഈ പവർ ലോബിക്കെതിരെ. അതിന്റെ ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് നമ്മളിത് കണ്ടാൽ മതി. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നേരത്തെ അസ്കർ സാറൊക്കെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളുടെ വ്യതിചലനത്തോടൊപ്പം തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധി. ഒരു MLA-ക്ക് പരസ്യമായിട്ട് ഈ ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താവുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിന്റെയും അധപതനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും PV അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ വളരെ അധികം ഞെട്ടലോടെയാണ് മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു CPM-ന്റെ MLA ഇങ്ങനെ വന്ന പാർട്ടി സംവിധാനം അല്ലെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾക്കെതിരെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും
പറയാൻ കഴിയാത്ത കാര്യം, അല്ലെങ്കിൽ അവർക്ക് പോലും പറയാൻ തൻ്റെ ഇടമില്ലാത്ത കാര്യം ഒരു CPM-ൻ്റെ MLA ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ഇത് പ്രതിപക്ഷ നേതാവാണോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം VS അച്യുതാനന്ദൻ നിന്ന ആ ഒരു മേഖലയിലേക്കാണ് അച്യുതാനന്ദൻ്റെ അത്രയും ഒന്നും പാർട്ടി പാരമ്പര്യമൊന്നും ഇല്ല എങ്കിൽ പോലും ഈ PV അൻവറിൻ്റെ സ്പേസ് VS അച്യുതാനന്ദൻ നിന്ന ആ ഇടത്തേക്ക് നടന്നെടുക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ CPM-ൽ ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കൊട്ടാര വിപ്ലവം തന്നെയാണ്. അല്ല എന്ന് അങ്ങ് എത്രമാത്രം പറയാൻ ശ്രമിച്ചാലും അത് അല്ല എന്ന് സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകും. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ് കുറച്ചുകൂടി കടത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല, പാർട്ടി പറഞ്ഞിട്ട് പാർട്ടി നൽകിയ പദവിയാണ്. അതുകൊണ്ട് താൻ പാർട്ടിയെയും ആ പാർട്ടി ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയെയും ഒക്കെ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഈ PV അൻവർ അദ്ദേഹം നടത്തുന്നത് ഈ മുഖ്യമന്ത്രിയെ സേഫ് സോണിൽ നിർത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് P ശശി അടക്കമുള്ള ആളുകൾ നടത്തുന്ന തോന്നിവാസം തുറന്നു പറയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമല്ലേ ശ്രീ ഹസ്കർ? ഇതില് CPM ഒരു തരത്തിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലല്ല ഇപ്പോൾ. CPM-നുള്ളിൽ നിന്നും CPM-ന്റെ ഒരു MLA അദ്ദേഹം ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചു. അത് സംഘടനാ രീതിയല്ല എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം പാർട്ടിയുടെ അംഗത്വം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സംഘടനാപരമായ രീതിയിൽ പെരുമാറേണ്ട ആവശ്യകതയില്ല. പക്ഷെ മിനിമം ഗ്യാരണ്ടി, മിനിമം മര്യാദ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകേണ്ടിയിരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം വലിയ സ്വീകാരനാണ്. കാരണം ഇന്നലെ വരെ നിങ്ങൾക്ക് PV അൻവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടന്നൽ രാജയെന്നും മറ്റും പറഞ്ഞ് അപഹസിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയുകയും ഇഷ്ടപ്പെട്ട വാദങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം വലിയ സ്വീകാര്യനാകും എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിങ്ങളുടെ മാത്രം മനോനിലയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. രണ്ട്, CPM-ന്റെ ആഭ്യന്തര കലാപമെന്നും CPM-നുള്ളിൽ VS-നോളം വളർന്ന ഒരു വലിയ നേതാവ്, ഒരു താരോദയമെന്നും ഒക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ VS-നോളം എന്ന് പറഞ്ഞില്ല, VS-ന്റെ ആ സ്പേസിലേക്ക് നടന്നെടുക്കുന്നു എന്നേ പറഞ്ഞോളൂ. VS-നോളം എന്ന് ഒരിക്കലും പറഞ്ഞില്ല, അങ്ങനെ പറയുകയില്ല. അല്ല, ചരിത്രബോധമില്ലാത്ത VS-നോളം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, VS-ന്റെ സ്പേസിലേക്ക് നടന്നെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തുടരാം, അസ്കർ തുടരാം. അതുപോലെ നിലപാടുകൾ കൊണ്ടല്ല ഒരു പക്ഷേ ശ്രീ PV അൻവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് വ്യക്തിപരമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടി നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ, ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് PV അൻവറിന്റെ വിരലുകൾ ശക്തവും കരുത്തുറ്റതുമായി ചൂണ്ടുന്നു. അതുവഴി മുഖ്യമന്ത്രിയിലേക്ക് സേഫ് സോണിൽ നിർത്തിക്കൊണ്ട് വർത്തമാനം പറയുന്നു. മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ADGP ക്രൈംസ് ആയിട്ടുള്ള ശ്രീ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ കരുത്തിൽ അദ്ദേഹം താരോദയം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തത് ഇത്തരത്തിൽ ഈ കേരളത്തിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും ജനാധിപത്യപരമായി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ട്. കേരളത്തിലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരം ആരോപണങ്ങളും ഉന്നയിക്കപ്പെടേണ്ടത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കരുത്താർജിച്ച ശബ്ദമാണ്. അത്തരത്തിൽ കരുത്താർജിച്ച ശബ്ദം ഇന്ന് നിലവിലില്ല കേരളത്തിൽ എന്നുള്ളതിന്റെ വസ്തുതയിൽ ഒരു ഭരണപക്ഷ MLA-ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യതിചലനം പാർട്ടിയിലോ ഭരണകൂടത്തിലോ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന ഗതികേട് എന്ന് പറയുന്നത് ഇതൊരു പക്ഷെ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം കണ്ടതിൽ ഏറ്റവും നിഷ്ക്രിയനായ പ്രതിപക്ഷ നേതാവായി ശ്രീ VD സതീശൻ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അൻവർ ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ അൻവർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ അത് അംഗീകരിക്കും, ഒരു പരിധിവരെ അംഗീകരിക്കും ശ്രീ അസ്കർ. അല്ല, നിശ്ചയമായും ഒരുപക്ഷെ ശ്രീ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന്റെ ഗൗരവ സ്വഭാവം അത് അദ്ദേഹം എങ്ങനെ ഉന്നയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് രീതിയെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവവും വളരെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ശ്രീ MR അജിത് കുമാറിനെ പോലുള്ള ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇന്ന് കേരളത്തിന്റെ ADGP ആയി സർവശക്തനായി വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ
അദ്ദേഹത്തിനെ സംബന്ധിച്ച വ്യക്തിപരമായി പരിശോധിച്ചാൽ അദ്ദേഹം ഒരു കറപ്ഷൻ അദ്ദേഹത്തിനെതിരെ കറപ്ഷൻ ശത്രുക്കൾ പോലും നാളിതുവരെ ആരോപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറപ്ഷൻ, കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘത്തിന്റെ നേതാവും എന്ന അർത്ഥത്തിലൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു ഹിസ്റ്ററി ഷീറ്റർ എന്ന നിലയിലേക്ക് തരംതാണിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പൊതുസമൂഹത്തിനുള്ള സംശയത്തിന്റെ നിഴലാണ്. ആ കാർമേഘത്തിന്റെ നിഴലിൽ നിന്നും അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ ആരോപണങ്ങളുടെ നിഴലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ശ്രീ എം.ആർ. അജിത് കുമാറിനെതിരെ നടത്തുന്ന അന്വേഷണം സത്യസന്ധവും നീതിയുക്തവും സാമൂഹ്യ ബോധത്തിന്റെയും പൊതുബോധത്തിന് മനസ്സിലാകുന്ന തരത്തിലും വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിശ്ചയമായും ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കും. അതുപോലെ സഖാവ് പി ശശിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനെതിരെ നേരത്തെ ഹോസ്ദുർഗ് കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ആ നടപടിക്ക് ശേഷം ആ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഒരു കേസിൽ ഒരു വ്യക്തി അകപ്പെടുമ്പോൾ ആ അകപ്പെട്ടതിന് ശേഷം ആ കുറ്റാരോപിതനായിരിക്കുകയും കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ വീണ്ടും അതേ കേസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അങ്ങനെ അകറ്റി നിർത്തുന്നത്. അദ്ദേഹം വളരെ അസാമാന്യമായിട്ടുള്ള ഭരണതന്ത്രജ്ഞതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ മുന്നിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് മുന്നിൽ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനാക്കുന്ന ഒരു വ്യക്തിത്വമല്ല സഖാവ് പി ശശിയുടേത്. അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ ഏറ്റവും ഭാരിച്ച തന്നെയാണ് ശ്രീ അസ്കർ ആ നീക്കം, അല്ലെങ്കിൽ പി ശശിയെ പോലെയുള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന തെറ്റാണ് എന്നാണ് അൻവർ പറയുന്നത്. റിട്ടയർഡ് എസ് പി ശ്രീ തിരികെ എത്താം റിട്ടയർഡ് എസ് പി സക്കറിയ ജോർജ് കൂടി ചേരുന്നു. അങ്ങയോട് നേരത്തെ ചോദിച്ച ഒരു കാര്യം, ഈ പോലീസ് ഓഫീസർമാർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടല്ലേ അന്വേഷണം നടത്തേണ്ടത്. ഒരാൾ ADGPയുടെ പദവിയിൽ ഒരാൾ ഇരിക്കുന്നു, ക്രമസമാധാന ചുമതലയിലുള്ള ഒരാൾ ആ പദവിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഈ സ്വതന്ത്ര അന്വേഷണം നടക്കും? നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത്, മുഖ്യമന്ത്രിയോട് DGP പറഞ്ഞത് ഈ സ്വതന്ത്ര അന്വേഷണം സാധ്യമല്ല, കാരണം അദ്ദേഹം ആ പദവിയിലിരിക്കുന്നു. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കാൻ വെക്കുന്ന ആ ഉദ്യോഗസ്ഥ സംഘം, ആ സംഘം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കും? അത് പ്രഹസനം തന്നെയല്ലേ? മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. അങ്ങ് അതിൻ്റെ ഉത്തരം കൃത്യമായി ഒന്ന് നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. ആ പദവിയിൽ അദ്ദേഹം ഇരുന്നാൽ ഈ അന്വേഷണം സ്വതന്ത്രമായി നടക്കുമോ ശ്രീ സക്കറിയ ജോർജ്? ഇതിനകത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ADGPയെ അദ്ദേഹത്തെ ഈ ആന്റി കറപ്ഷൻ ഇന്റലിജൻസ് കളക്ഷനും ഒക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇരിക്കുന്നത് ശ്രീ ശ്രീജിത്താണ്. അദ്ദേഹത്തിന്റെ പേരിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസുണ്ട്. അദ്ദേഹമാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള അഴിമതി കാര്യങ്ങളെ പറ്റി വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. അദ്ദേഹം വിജിലൻസ് കേസ് ഫേസ് ചെയ്യുന്നു പറഞ്ഞാൽ ബിനാമി അക്കൗണ്ട്, അതായത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പോയി വിജിലൻസ് കോടതിയിൽ പോയി ഈ ബിനാമി അക്കൗണ്ട് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞത് അന്വേഷിക്കാൻ ഉത്തരവിട്ട് അതിപ്പോൾ അന്വേഷണത്തിലുണ്ട്. അങ്ങനെ ഒരാളെയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം അവിടെ വന്നപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം മാറ്റി DIG സതീഷ് വിനോദ് സാറിന് DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് ഉത്തരവിട്ട് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരുമാതിരിപ്പെട്ട അധികാരങ്ങളെല്ലാം എടുത്തു മാറ്റി. അത് ചിലപ്പോൾ അഴിമതി കാണിച്ചേക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. കാരണം ഓൾറെഡി വിജിലൻസ് കേസുള്ള ഒരാളെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ആളായിട്ട് വെച്ചിരിക്കുന്നു. തിരിച്ച് ഇദ്ദേഹം ഇപ്പം പറയുന്നുണ്ട്, ഈ അസ്കർ പറയുന്നു സാധാരണ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒത്തിരി പേര് പോലീസിലുണ്ട്. കഠിനാധ്വാനം കൊണ്ട് അവര് കയറി വന്ന ഒത്തിരി പേര് പോലീസിലുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞ് അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലെന്ന് പറയുമ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 2012 അദ്ദേഹം കമ്മീഷണറായിട്ടിരിക്കുമ്പോൾ ഞാൻ കൊച്ചി കമ്മീഷണർ ഓഫീസിൽ പോയിരുന്നു. അവിടെ ഒരു നേരത്തെ പൊളിറ്റീഷ്യൻ ടേൺഡ് ബിസിനസ്സുകാരനായി മാറി ഒരു ബിൽഡറാണ് അദ്ദേഹം. ആലപ്പുഴ ST കോളേജിൽ വെച്ച് സാക്ഷാൽ VS അച്യുതാനന്ദൻ്റെ മകനെ ശ്രീ അരുണെ പരാജയപ്പെടുത്തിയാണ് കോളേജ് യൂണിയൻ ഇലക്ഷൻ. അപ്പം ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി അവിടെ കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നത് കമ്മീഷണർ ചോദിച്ചു,
ഈ ഫ്ലാറ്റ് കൊടുക്കുന്ന എത്രയാണ്? അപ്പം പറഞ്ഞു 80 lakhs ആന്ന് പറഞ്ഞു. അപ്പൊ എത്ര തന്നെ തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് ഉള്ള 10 ലക്ഷം വേണമെങ്കിൽ കുറയ്ക്കാൻ, ഞാൻ 70 തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ ആലോചിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചായാൽ എന്താന്ന് ചോദിച്ചു. അതായത് 70 ലക്ഷം രൂപ ക്ഷമിക്കുക, 10 ലക്ഷം കൊടുക്കാമെന്ന്. ആ പറഞ്ഞ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ഹൈക്കോടതി കേസ് ഇട്ടിട്ട് ഇദ്ദേഹം ആ കേസ് നോക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അന്വേഷണം കൊടുത്തു. അതിന് ഹൈക്കോടതി ഓർഡറുമായിരുന്നു. അതൊരു കാര്യം. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം, ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവര് പറയുന്ന ഇതെല്ലാം മറ്റേ പി ശശി പിന്നെ കേസ് ഹോസ്ദുർഗിലുണ്ടായിരുന്നു, പിന്നെ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ ഹോണറബിൾ അക്യൂറ്റൽ ഇതൊക്കെ ടെക്നിക്കലാണ്. കാര്യം കേസുണ്ടായി കഴിയുമ്പോൾ സാക്ഷിയെ ഭീഷണിപ്പെടുത്തും, എന്നിട്ട് അല്ലെ സ്വാധീനിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പല വിധികളും വരുന്നത്. അത് സുപ്രീം കോടതി തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ വേഴ്സസ് മെഹർ സിംഗ് കേസിനകത്ത് പറഞ്ഞു ഹോണറബിൾ അക്യൂറ്റൽ, അതായത് അവർ തീർത്തും കുറ്റമുക്തനാക്കണം. ഇവിടെ മിക്ക അക്യൂറ്റലും ടെക്നിക്കലാണ്. അപ്പൊ ടെക്നിക്കാലിറ്റീസ് വെച്ചിട്ട് അത് ചെയ്താലോ? പിന്നെ ശ്രീ MV ജയരാജൻ ശുംഭൻ എന്ന് പറഞ്ഞ് വിളിച്ചതിനകത്ത് അദ്ദേഹം വന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയില്ലേ ശിക്ഷ കഴിഞ്ഞിട്ട് പോലും. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പിന്നെ അൺടൈൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസ് ഉള്ളപ്പം നമ്മൾ എന്തിനാണ് അവരെ മാറ്റി നിർത്തിയിട്ട് ഈ കേസുകളിലൊക്കെ പെട്ടവർക്ക് നമ്മളിത് കൊടുക്കുന്നത്? അതൊരു പ്രത്യേകതയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ പോലീസ് ഫോഴ്സിനെ ഡിമോറലൈസ് ചെയ്തുകൊണ്ട് പാർട്ടിക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അതെ, പാർട്ടിക്ക് അനുകൂലമായ ആളുകളെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ നിയമിക്കുക, അവർക്കെതിരെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആക്ഷേപം വന്നാലും അവരെ മാറ്റാതെ ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് പോവുക. ഇത് സഹികെട്ടിട്ടാണ് PV അൻവർ CPM-നുള്ളിൽ കാലങ്ങളായി, അല്ലെങ്കിൽ VS അച്യുതാനന്ദന് ശേഷം ഇത്തരം കാര്യങ്ങൾ പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇത് പറയാൻ അത് വെമ്പൽ കൊണ്ടിരുന്ന ആളുകളുടെ പ്രതിനിധി എന്നോണം ഇപ്പോൾ PV അൻവർ രംഗത്ത് വരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഹസ്കർ പറഞ്ഞതുപോലെ ഈ അൻവർ ഒറ്റയ്ക്കല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പിന്തുണ മാത്രമല്ല, നമ്മൾ കാണേണ്ടത് ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള KT ജലീൽ, അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് പോലീസിലെ പ്രമുഖരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ്. പോലീസിലെ ഇത്തരത്തിൽ അഴിമതി വീരന്മാരായി ഇരിക്കുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വരെ പോരാട്ടം തുടരും. അതിനുവേണ്ടി ഇനി അദ്ദേഹം മത്സരിക്കാനേ ഇല്ല, ഇനി മത്സരിക്കാനൊന്നുമില്ല. ഇത്തരം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് അദ്ദേഹം ഇറങ്ങുന്നത്. KT ജലീലിൻ്റെ വാക്കുകളാണിത്. അതുകൂടാതെ പ്രതിഭ MLA പരസ്യമായി ഫേസ്ബുക്കിൽ അൻവറിന് പിന്തുണയുമായി ഇട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാരാട്ട് റസാക്ക്, ഇവരൊക്കെ PV അൻവറിനെ പിന്തുണയ്ക്കുകയാണ്. ഇത്തരത്തിൽ ഈ തിരുവായ്ക്ക് എതിർവായ ഇല്ല എന്നുള്ള നിലയിൽ പിണറായി വിജയന് എതിരെ പറയാൻ ആരും തയ്യാറല്ല, പിണറായിക്കെതിരെ പറയാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ള സമയത്താണ് അൻവർ മുന്നോട്ട് വരുന്നത്. അൻവറിന് പിന്തുണയുമായി ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ അൻവറിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രിൻറ്റു മഹാദേവ്. തീർച്ചയായും. കാരണം നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ ഈ തമാശ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് ഈ മാപ്പിള സഖാക്കൾ എന്ന് പറയാൻ കാരണം നമ്മളതൊരു മോശമായ അർത്ഥത്തിലല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മലബാർ മേഖലയിലൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ അവരുടെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും സിമിയിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവർക്കൊരു പ്രാമുഖ്യം കൊടുത്ത് അവരെ MLA-മാരും MP-മാരും ഒക്കെ ആക്കാനുള്ള വലിയൊരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാറിൽ നടത്താറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ മാപ്പിള സഖാക്കൾ സത്യത്തിൽ ഇപ്പോൾ അവിടെ വലിയൊരു ശാന്തിയും സമാധാനത്തിനും ഒന്നുമല്ല. കാരണം അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് റഹീമിനെ പോലെയുള്ള, ഷംസീറിനെ പോലെയുള്ള, റിയാസിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ ഇവരൊക്കെ ഒരു രണ്ടാം നിരക്കാരായി മാറിയ തോന്നൽ ഈ അൻവറിനും ജലീലിനും അടക്കമുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ അവർ ഒരു കൂറുമുന്നണിയായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നു. ഇപ്പോൾ കാരാട്ട് റസാക്കം അടക്കമുള്ള ആളുകളുടെ പ്രസ്താവന, ജലീലിൻ്റെ പ്രസ്താവന, അൻവറിൻ്റെ പ്രസ്താവന, പിന്നെ നമ്മൾ ആലപ്പുഴ MP കുറേ കാലങ്ങളായിട്ട് അവർ വിമത
സ്വരൂപത്തിൽ ഫേസ്ബുക്കിനകത്താണ് വിമത സ്വരത്തിൽ അവർ പല കാര്യങ്ങളും അവർ പാർട്ടിയെ വിമർശിക്കാറുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മാപ്പിള സഖാക്കളുടെ ഒരു കൂറു മുന്നണി അവർ UDF അനുകൂലമായിട്ട് വേണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും അവർക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം അപ്പുറത്തുണ്ട്. അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ അൻവർ ഈ ഒരു, നമുക്കറിയാം അൻവറിനെ പോലെ രാഷ്ട്രീയ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അവർക്കുണ്ട്. പിന്നെ നേരത്തെ അസ്കർ സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ് ശശി. അദ്ദേഹം എന്ത് വൈദഗ്ധ്യമാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്? അദ്ദേഹം 96 നായനാർ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം എന്തായിരുന്നു? അദ്ദേഹം സത്യത്തിൽ ഇടത് വലത് മുന്നണികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിയെ അടക്കം ഐസ്ക്രീം കേസുകളിൽ നിന്ന് വിമുക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരു പാലമായിട്ടാണ് വർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ മികവ് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വന്നു, അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചല്ലോ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള CKP അങ്ങ് സൂചിപ്പിച്ചല്ലോ, വിനോദ് സാർ സൂചിപ്പിച്ചല്ലോ, CKP മകളെ നിങ്ങൾ മനസ്സിലായി, CKP മകളാണ് അദ്ദേഹത്തിനെതിരെ അലിഗേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾ നോക്കൂ, കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CKP പിന്നെ നമ്മൾ മുഖ്യധാരയിൽ എവിടെയും കാണുന്നില്ല. 10 വർഷത്തിന് ശേഷം വീണ്ടും ഈ ശശി വരുന്നു. ഈ ശശിയെ കൃത്യമായിട്ട് എവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു? പൊളിറ്റിക്കൽ സെക്രട്ടറി. നേരത്തെ ഈ സക്രിയ സാർ പറഞ്ഞല്ലോ, ഈ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കുറ്റവിമുക്തനാകപ്പെട്ട ആളാണ് ശശി. കാരണം പാർട്ടി ഓഫീസിനകത്ത് നടന്ന ഒരു പീഡന പരാതി, ആ പീഡന പരാതിയിൽ ആരാണ് തെളിവ് കൊടുക്കുക? ശശിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. തെളിവുകളുടെ അഭാവത്തിലാണ് ശശിയെ വെറുതെ വിടുന്നത്. അങ്ങനെയുള്ള ഈ ശശിയെ വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. കാരണം എന്താണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവിത്വന്മാരും ഇടത് വലത് മുന്നിൽ സമാന്തരമായിട്ടുള്ള ഒരു നല്ല ഇടനിലക്കാരനാണ് ഈ ശശി, ഒരു ദല്ലാളാണ് ശശി. അങ്ങനെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകുന്ന ഒരു ദല്ലാൾ ആവശ്യമാണ്. അതുകൊണ്ട് അസ്കർ സാർ ഈ ശശിയുടെ പാരമ്പര്യമൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് സ്വയം ചെറുതാവല്ലേ. ഞാൻ അതാ പറഞ്ഞത്, അസ്കർ സാറിനെ പോലെ ഞാൻ അത്യാവശ്യം മാന്യമായിട്ട് നിരീക്ഷണം നടത്തുന്ന ഒരാളാണ്. ഈ ശശിയുടെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് അറിയാം, എല്ലാ കാലത്തും ഇടനിലക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദല്ലാൽ രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരൻ ഈ ശശിയാണ്. അങ്ങനെയുള്ള ശശിയെ കുറിച്ചിട്ട് നമ്മൾ വാദോരത്ത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ശശിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അൻവറിന്റെ ആരോപണത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഒരു സംവിധാനമുണ്ട്. ജനങ്ങൾ മാത്രമല്ല, ഒരു സംവിധാനമുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു പവർ ലോബി. ആ പവർ ലോബി പിണറായി വിജയൻ സത്യത്തിന് ഇപ്പോൾ റബ്ബർ സ്റ്റാമ്പാണ്. ഇപ്പൊ നമുക്കറിയാം, പഴയ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പിണറായി വിജയനെ ഒന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് മരുമകൻ അടക്കമുള്ള റിയാസ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ലോബി ഇദ്ദേഹത്തെ ഭരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ അൻവർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണണം. ഈ അൻവർ ഉന്നയിക്കുന്നത് നമ്മൾ പറയല്ലേ, ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണം പൊട്ടിക്കൽ മുന്നണിയാണ്. ഈ സ്വർണം കടത്തുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടായതിന് പിന്നിൽ അൻവറിന് പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലായി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ P. ജയരാജന്റെ മകനടക്കമുള്ള ആളുകൾ ഈ സ്വർണം പൊട്ടിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേസമയത്ത് PV അൻവറിന്റെയും ഈ KT ജലീലിന്റെ അനുയായികളുടെ മെയിൻ പരിപാടി സ്വർണം കടത്തലാണ്. അപ്പൊ സ്വർണം കടത്തൽ മുന്നണിയും സ്വർണം പൊട്ടിക്കൽ മുന്നണിയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പൊ അതിനർത്ഥം സ്വർണം പൊട്ടിക്കുന്ന ഒരു വിഭാഗത്തിനെ സംരക്ഷിക്കുന്നു ADGPയും ഭരണകൂട സംവിധാനം. സ്വർണം കടത്തുന്നവർക്ക് സ്വർണം കടത്താൻ സാധിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ഈ കേരളത്തിലെ കള്ളക്കാരുടെ കൊള്ള സംഘത്തിന്റെയും പരസ്പരം ഏറ്റുമുട്ടൽ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നിസ്സാര കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ ആക്ഷേപങ്ങളെല്ലാം വരുന്നത്. ശ്രീ അഡ്വക്കേറ്റ് ഹസ്കർ, ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞു, PV അൻവർ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് അങ്ങ് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. അങ്ങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടി വേദികളിലാണ് പറയേണ്ടത് എന്ന് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഈ അഭിപ്രായം ഈ പാർട്ടി സെക്രട്ടറിക്കില്ല. MV ഗോവിന്ദന് ഈ അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയെ ഇന്നലെ കണ്ട് തിരികെ വന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാം മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പാർട്ടി സെക്രട്ടറിക്ക് അതേ പരാതി കൊടുത്തിട്ട് തിരികെ വന്നിട്ട് പറയുകയാണ്, പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല, പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി സെക്രട്ടറി പറയേണ്ട അതേ വാചകമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം PV അൻവർ പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ശ്രീ ഹസ്കർ, ഇപ്പോൾ പാർട്ടിയുടെ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ തുടങ്ങുകയാണ്. അവിടെ ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. ഒന്ന്, EP ജയരാജനെ ഇല്ലാതാക്കിയത്. രണ്ട്, ഈ PV അൻവർ കൊടുവാളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് രണ്ടും പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ പ്രധാന ചർച്ചയാകും. ഹസ്കർ അടങ്ങുന്ന ഏത് ഘടകത്തിലാണ് ഹസ്കർ എന്ന് എനിക്കറിയില്ല, ബ്രാഞ്ചാണോ ഏരിയ ആണോ എന്നറിയില്ല. ആ ഘടകത്തിൽ ഇത് ചർച്ചയായി വരില്ലേ? പ്രധാനപ്പെട്ട അജണ്ട ഇവിടെ അൻവർ നിശ്ചയിക്കുകയല്ലേ ഹസ്കർ? അല്ല, സമ്മേളനത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നതിന് ഇതിന് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അങ്ങ് പറയുന്ന നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ സമ്മേളനങ്ങളിൽ സാധാരണ പ്രതിനിധികൾ ചർച്ച ചെയ്യുന്നത്
അതുവരെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 3 കൊല്ലത്തെ രാഷ്ട്രീയ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ പാർട്ടിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അവസ്ഥയും ഒക്കെ തന്നെയായിരിക്കും. സ്വാഭാവികമായും അത്തരം ചർച്ചകളുടെ ഇടയിൽ ഇതും ഇടം പിടിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ ഇതൊരു പ്രധാന അജണ്ടയായി മുന്നിൽ നിർത്തുന്നതിന് വേണ്ടി ഈ ആരൊക്കെയോ ചേർന്ന് ശ്രീ പി വി അൻവറിനെ വിലക്കെടുത്തു നിർത്തി എന്ന അർത്ഥത്തിലുള്ള ചർച്ച നമുക്ക് കാണാൻ കഴിയും. കാരണം ശ്രീ പി വി അൻവറിന്റെ ഒരു ജനിതക സ്വഭാവമുണ്ട്. അദ്ദേഹം ഏതു വിഷയത്തിലും ഇത്തരത്തിൽ വല്ലാത്ത രീതിയിൽ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ ബിസിനസ് നേതാവാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ കൗശലമില്ലാത്തത് കൊണ്ട് അദ്ദേഹം തുറന്നു പറയും. ആ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും വിനയായിട്ടുണ്ട്. അതുപോലെ തന്നെ പല തുറന്നു പറച്ചിലുകളും അദ്ദേഹത്തിന് എതിരായിട്ടുമുണ്ട്. അത്തരത്തിൽ അദ്ദേഹം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ ആരോപണം പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായി അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന്റെ ഗതി ഏതു നിലയിലാണെങ്കിലും ആ ആരോപണം അന്വേഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ്. അതൊരു ചെറിയ ആരോപണമല്ല. ഒരു തരത്തിലും അങ്ങനെ നിഷ്ഫലമായി തള്ളിക്കളയാൻ കഴിയുന്ന ആരോപണങ്ങളല്ല. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ പാർട്ടി അന്വേഷിക്കും. അന്വേഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കും. അത് തന്നെയാണ്. അല്ലാതെ സമ്മേളനങ്ങളിൽ ഇതൊരു പക്ഷേ ഗൗരവതരമായി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അങ്ങനെ ഒരു സബ്ജക്ട് ഇട്ടുകൊടുത്തു അൻവർ എന്ന അർത്ഥത്തിൽ ഞാൻ കാണുന്നില്ല. ഇതൊക്കെ അല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകർ പലപ്പോഴും പല സമ്മേളനങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചകൾക്ക് വരാറുണ്ട്. അക്കൂട്ടത്തിൽ ഇതും വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിനോദേ, അല്ല, വ്യക്തിപരമായി അങ്ങ് അഭിപ്രായം പറഞ്ഞു, നമുക്ക് അതിലേക്കൂടെ വരേണ്ടതുണ്ട്. വ്യക്തിപരമായി അങ്ങ് പറഞ്ഞു, അൻവർ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ വ്യക്തിപരമായി ഒരു കാര്യത്തിൽ കൂടി അങ്ങ് ഉത്തരം നൽകണം. അതായത് ADGPയെ അതേ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത് ശരിയോ തെറ്റോ, അതിൻ്റെ കൂടി അഭിപ്രായം അങ്ങിൽ നിന്ന് തേടേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ, ഇതെൻ്റെ വാക്കുകളല്ല, ഹെഡ് മാസ്റ്റർക്കെതിരെ പിയൂണിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ PV അൻവർ പറഞ്ഞതാണ്. അദ്ദേഹം അതേ കസേരയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഈ സുജിത് ദാസ്, അദ്ദേഹം അവധിയിൽ ഇപ്പോൾ പോയിരിക്കുന്നത്, അദ്ദേഹം ആ പഴയ കേസ് എല്ലാം ഇല്ലാതാക്കാൻ, അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ പോയിരിക്കുകയാണ്. ഇന്നൊരു കാര്യം കൂടി പറഞ്ഞു, അവിടെ സ്വർണം ഉരുക്കുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി, അദ്ദേഹം ഈ തെളിവുകളെല്ലാം അവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സുജിത് ദാസാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ മാറണ്ടേ? പിയൂൺ അന്വേഷിച്ചാൽ ശരിയാകുമോ ശ്രീ ഹസ്കർ? അങ്ങനെയല്ല. ഇതില് നമ്മൾ സാമാന്യ നീതി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു, ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തികളെ മുഴുവൻ ആരോപണത്തിന്റെ പേരിൽ സ്ഥാനചലനം നടത്തിയതിനു ശേഷം അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ശ്രീ M.R. അജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. M.R. അജിത്തിന്റെ ഈ ക്രൈം മാറ്റിയിട്ടില്ല, അദ്ദേഹം അതേ ചുമതലയിലാണ്. അദ്ദേഹം അതേ ചുമതലയിൽ ഇരുന്നോട്ടെ തന്നെ. അദ്ദേഹം ADGP ആണല്ലോ. അദ്ദേഹത്തെ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ള നിലയിൽ സസ്പെൻഷനിലേക്കോ നിയമ നടപടിയിലേക്കോ പോയിട്ടില്ല. അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആ അന്വേഷണം എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഇപ്പോ അത് സെക്രട്ടറി ജോർജ് സാറിനൊക്കെ അറിയാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിലെ അംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എപ്പോഴും അതിന്റെ ഹെഡിനോട് മാത്രമായിരിക്കും. അപ്പോ അതിന്റെ ഹെഡ് സ്പെഷ്യൽ SITയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ DGP ആണ്. ആ DG അടുത്താണ് നേരിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ അതിനിടയിൽ നിൽക്കുന്ന ADGPമാരോടൊന്നും അതിനിപ്പോ ക്രൈംസ് ആണെങ്കിലോ ഇന്റലിജൻസ് ആണെങ്കിലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് ഇടപെടില്ല. മാത്രമല്ല ഈ അന്വേഷണത്തിന് അദ്ദേഹവും ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ADGP ക്രൈംസിന് കത്ത് നൽകിയിട്ടുണ്ടല്ലോ. ആ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി ഇക്കൂട്ടത്തിൽ അന്വേഷിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുള്ളൂ. ആ തീരുമാനം എത്തുന്നത് വരെ നാം കാത്തിരിക്കുക. അല്ലാതെ നാം എഴുതാപ്പുറങ്ങൾ വായിച്ചുകൊണ്ടേ ഇരിക്കരുത് എന്നുള്ളതാണ് വിനോദം എനിക്ക് അഭ്യർത്ഥിക്കാൻ. എഴുതാപ്പുറങ്ങൾ എഴുതി തരികയാണ്. PV അൻവർ എഴുതാത്ത പുറങ്ങളിലെല്ലാം ഓരോ ദിവസം പുതിയതായി എഴുതി തരികയാണ്. അഡ്വക്കേറ്റ് ഹസ്കർ, നമ്മളായിട്ടൊന്നും എഴുതുന്നില്ല, എല്ലാം അൻവർ എഴുതി പറഞ്ഞും എഴുതിയും അദ്ദേഹം നൽകുന്നുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതിനെ പറ്റി റിട്ടയർഡ് SP ശ്രീ സക്കറിയ ജോർജ് IPS മറുപടി നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ സക്കറിയ ജോർജ്, ഈ അങ്ങ് സർവീസിലിരിക്കുമ്പോൾ അങ്ങയുടെ
മുകളിൽ അല്ലെങ്കിൽ അങ്ങയുടെ മുകളിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വന്നാൽ എങ്ങനെയാവും അതിൻ്റെ സ്വതന്ത്ര അന്വേഷണം നടക്കുക? അത് സാധ്യമാണോ? അത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും വന്നാൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ആർക്കാണ് ചെയ്യുക? അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ടത് മുകളിലിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ കാണാതെ ആ ഫയൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് നൽകാൻ കഴിയുമോ? എന്താണ് പറയാനുള്ളത് ശ്രീ സക്കറിയ ജോർജ്? ഞാൻ നല്ലൊരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു. അതിനു മുമ്പ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ വർഷവും 5% ഇൻക്രീസ് വെച്ച് അവർ ഈ പോൾ റെൻ്റൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റ് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പെറ്റീഷൻ വന്ന് മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വന്ന് ഋഷി സിംഗ് സാറാണ് അന്വേഷിച്ചത്. അപ്പോൾ അത് അവിടെയുള്ള ചില ആൾക്കാർ ഇൻക്ലൂഡിങ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ശിവശങ്കർ സെക്രട്ടറിയായി MD ആയിട്ടിരിക്കുന്നു. അപ്പം ഋഷി സിംഗ് സാറിന് അയാൾക്കെതിരെയുള്ള പരാതിയുടെ റിപ്പോർട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തു. സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തു കഴിയും മിനിസ്റ്ററുടെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തപ്പം ആ കൊടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി. അദ്ദേഹം ഉടലോടെ സ്വർഗത്തിൽ പോയി, അവിടുന്ന് പറപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ പറയുന്ന എൻക്വയറികളൊക്കെ നടത്തുമ്പോൾ ഉന്നതരായ അവരെല്ലാം നിയമത്തിന് അതീതരാണ്. അതാണ് നമുക്കൊരു ഏറ്റവും നല്ല തോമസ് ജെഫേഴ്സന്റെ ഒരു വാക്കുണ്ട്, whenever a man has cast longing eye on officers. വളരെ വ്യക്തമാണ്. അതായത് നിയമം എന്ന് പറയുന്നത് ചിലന്തി വല പോലെയാണ്. ചെറിയ ജീവികളെ അതിൽ കുടുങ്ങുകയുള്ളൂ, വലിയ ജീവികൾ ആ വല പൊട്ടിച്ചു പോകും. ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രിൻറ്റു മഹാദേവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, നമ്മൾ മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങൾ വരുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്, പ്രിൻറ്റു മഹാദേവിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് MV ഗോവിന്ദൻ അടക്കം പിണറായിയുടെ ഈ നീക്കങ്ങളിൽ അസ്വസ്ഥനാണ്. അതിന് PV അൻവറിനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നു. അവിടെ P ശശി അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ഒരു ലോബി, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയിട്ടുള്ള മന്ത്രി അടക്കമുള്ള ഒരു ലോബിയാണ് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ഉള്ളത്. ഇത് തിരുത്താൻ വേണ്ടി PV അൻവറിനെ ഉപയോഗിച്ചുള്ള ഒരു ചെസ് കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ തന്നെ കരുതാമോ ശ്രീ പ്രിൻറ്റു മഹാദേവ്? തീർച്ചയായും. നേരത്തെ നമ്മൾ അസ്കർ സാറ് പറഞ്ഞു ഇതിൽ നിങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ട എന്ന്. ഇത് കൃത്യമായൊരു തിരക്കഥയാണ്. ഈ തിരക്കഥയ്ക്ക് ഡയറക്ടറുണ്ട്, ഈ തിരക്കഥയ്ക്ക് പ്രൊഡ്യൂസറുണ്ട്, ഈ തിരക്കഥയ്ക്ക് കൃത്യമായിട്ടൊരു നായകനുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഒരു പ്രതിനായകനാക്കിക്കൊണ്ട് ഒരു നായക വേഷമാണ് അൻവറിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഒന്ന്, പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അഴിമതി സംഘം ഭരണസിരാ കേന്ദ്രം ഭരിക്കുന്നു. ഒന്ന്, പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങൾ നോക്കൂ, ശശി ആരോപണ വിധേയനാണ്, ADGP ആരോപണ വിധേയനാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുൻ ശിവശങ്കരൻ. നോക്കൂ, അപ്പോൾ നോക്കൂ, ഭരണവും ഭരണകൂട സംവിധാനവും പിണറായി വിജയൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോക്കസ്, ആ കോക്കസിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കോക്കസിനെതിരെ പാർട്ടിക്കുള്ളിൽ, അതായത് കൊട്ടാര വിപ്ലവം തന്നെ നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് PV അൻവറാണ്. ഈ വിപ്ലവം എവിടെ വരെ എത്തി നിൽക്കും? CPM-ലെ എലി ഇല്ലം ചുടുമോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി പറയുന്നു. നമ്മൾക്ക് ഒപ്പം പങ്കെടുത്തത് ഇടത് നിരീക്ഷകൻ അല്ലെങ്കിൽ LDF-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹസ്കർ, അതേപോലെ തന്നെ BJP-യിൽ നിന്നും പ്രിൻറ്റു മഹാദേവ്, അതേപോലെ തന്നെ റിട്ടയർഡ് SP സക്കറിയ ജോർജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ച നിരീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് സമാപിക്കുന്നു. നമസ്തേ.